മൊബൈലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റൈലിഷ് ഫിഷ് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. ഇത് ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനോട് സമാനമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ആ ആപ്ലിക്കേഷൻ ലഭ്യമല്ല. ആ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഒരുപാട് തിരഞ്ഞു പിടിച്ച് നോക്കിയപ്പോൾ അതേപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉടനെ തന്നെ ഒരു സ്റ്റൈലിഷ് ഫിഷ് ഇങ്ങനെ ഓടി കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യാം. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഇടതുവശത്ത് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ സെറ്റ് വാൾപേപ്പർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അതിന് താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആ മീനിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്, മീനിൻ്റെ സൈസ് മാറ്റുന്നത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. അതെല്ലാം ഇവിടെ ലോക്ക്ഡ് ആണ്. ഓക്കെ, പ്രീമിയം വെർഷൻ ഉള്ളവർക്കാണ്. അവിടെ ലോക്ക്ഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചോദിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പക്ഷേ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ എനബിൾ ആക്കി തന്നിട്ടുമുണ്ട്. നമുക്ക് തൽക്കാലം അത് മതി. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇവിടെ സെറ്റ് ലൈവ് വാൾപേപ്പർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ അപ്ലൈ ടു എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ, അതുപോലെ തന്നെ ഹോം സ്ക്രീൻ, അല്ലെങ്കിൽ ലോക്ക് സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ആ ഡിസ്പ്ലേയിൽ വരുന്ന ക്ലോക്ക് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ മൊബൈലിലുള്ള ഓപ്ഷൻ തന്നെയാണ്. അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉടനെ തന്നെ ഇവിടെ കാണിക്കില്ല. ഇതുപോലെ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മൊബൈലിൻ്റെ ഐക്കണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി നോക്കുക. ഓക്കെ, ഇതാ കണ്ടോ, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഫിഷ് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്യാം. കണ്ടോ, ഇവിടെ മനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് ഫിഷ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വളരെ മനോഹരമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഓക്കെ, ഇനി നമുക്കൊന്ന് മൊബൈൽ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക് തുറക്കാതെ തന്നെ, ഇപ്പോൾ ഞാൻ ഫിംഗറൊന്നും കൊടുക്കുന്നില്ല, ലോക്ക് തുറക്കാതെ തന്നെ ദാ ഇവിടെ ഡിസ്പ്ലേയിൽ ആ ഒരു ഫിഷ് കാണാൻ സാധിക്കും. ഞാൻ ഫിംഗർ കൊടുത്തിട്ടില്ല കേട്ടോ. ലോക്ക് സ്ക്രീനിലും ഇവിടെ നമുക്ക് ആ ഒരു ഫിഷ് ഓടിക്കളിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ലോക്ക് തുറക്കാണ്. ലോക്ക് തുറന്നാലും ഇവിടെ അത് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ലൈവ് വാൾപേപ്പർ തന്നെയാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, ഞാൻ ഏതായാലും ഈ ഒരു ഫിഷിനെ പർച്ചേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം വേർഷൻ ഇതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ വേർഷൻ തന്നെ ഈ രൂപത്തിൽ യഥേഷ്ടം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട്, അതായത് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ എന്ന്. കുറേ നാൾ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. കാരണം സാധാരണ ഇത് ഉപയോഗിക്കാതെയും ഉപയോഗിച്ചിട്ടും എനിക്ക് ബാറ്ററിയിൽ വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. ഇനി നിങ്ങൾ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.